ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പ്രമുഖ ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്ര ആചാര്യ എന്നിവർക്കായിരുന്നു 2023 ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ. അവാർഡ് ജേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോട് ഇന്ത്യ. പാകിസ്ഥാനുള്ള ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായവും തീവ്രവാദ ധനസഹായത്തിന് തുല്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. പ്രതിനിധി സംഘങ്ങളിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങൾ ഉണ്ടാകും. കേരളത്തിൽ 14 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകും കേരളം. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സ്മാർട്ട് റോഡുകൾ വികസനത്തിലൂടെ സമൂഹത്തെ കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് നയിക്കുന്ന ജീവരേഖകളാണെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി എയിൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പിരിച്ചുവിടൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം. മന്ത്രിമാരായ കെ രാജൻ, വി ശിവൻകുട്ടി, ഒ ആർ കേളു എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനം. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേരള രാജ്ഭവനിൽ സിക്കിം ദിവസ് ആഘോഷിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സിക്കിമിൽ നിന്നുള്ള ജനങ്ങളുമായി സംവദിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ 2 ആഴ്ചത്തെ പ്രത്യേക ഓറിയന്റേഷൻ സെഷൻ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലഹരി ഉപയോഗം, റാഗിംഗ്, നിയമവിരുദ്ധമായ വാഹന ഉപയോഗം, അക്രമ പ്രവർത്തനങ്ങൾ, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം എന്നിവയിലാണ് 6 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഓറിയന്റേഷൻ സെഷൻ. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി ആലപ്പുഴ സൌത്ത് പോലീസാണ് കേസെടുത്തത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങളിൽ റവന്യൂ അധികാരികൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്നും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. ഭൂനികുതി സ്വീകരിച്ചതുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ലെന്നതിന് നിരവധി മേൽക്കോടതി ഉത്തരവുകളുണ്ടെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിരീക്ഷിച്ചു. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥരെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. CISF ഇൻസ്പെക്ടർ വിനയ്കുമാർ, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് എംപിമാരുടെ യോഗം ചേർന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ തുടക്കമാകും. ഈ മാസം 23 വരെയാണ് പ്രദർശന വിപണന മേള. പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ മുന്നൊരുക്കം അടിയന്തരമായി പൂർത്തീകരിക്കാൻ ഉന്നതതല യോഗ തീരുമാനം. മെയ് 20-നകം ജില്ലാതലത്തിൽ യോഗം ചേർന്ന് മഴക്കാല ദുരന്ത സാധ്യതകളെ നേരിടാൻ പ്രാദേശിക കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ ശ്രമം ഊർജിതമായി തുടരുന്നു. പ്രത്യേക സംഘവും RRT സംഘവും സംയുക്തമായാണ് ദൌത്യം നടപ്പിലാക്കുന്നത്. ക്യാമറകൾ, തെർമൽ സ്കാനറുകൾ എന്നിവയ്ക്ക് പുറമെ കുങ്കിയാനകളെ കൂടി പ്രയോജനപ്പെടുത്തിയാണ് തിരച്ചിൽ. കോളറ ലക്ഷണങ്ങളുമായി തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആലപ്പുഴ തലവടി സ്വദേശി മരിച്ചു. രക്തപരിശോധനയിൽ കോളറയുടെ സംശയം ബലപ്പെട്ടിരുന്നെങ്കിലും മലപരിശോധനയിൽ രോഗാണുവിനെ കണ്ടെത്താനായില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.